നല്ല ആരോഗ്യശീലങ്ങളൊക്കെ നോക്കി, അതായത് ഡയറ്റും എക്സസൈസും ഉറക്കവും ഒക്കെ നന്നായിട്ട് നോക്കി നല്ല ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിൻ്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ആരോഗ്യം കുളമായി പിന്നെ തുടങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരിൽ ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടേക്കാം. ഹാർമണിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി സപ്പോർട്ട് എടുക്കുന്ന ഒരു ക്ലയൻറ്റിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നത് സഞ്ചരിക്കുന്ന ജ്യൂസ് കട എന്നാണ്. കാരണം ഇതാണ്, അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളും നീണ്ടു നിൽക്കുന്ന ഹോട്ടൽ താമസമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും. ആ ബാഗ് തുറന്നു നോക്കിയാൽ വളരെ രസകരമാണ്. അതിനകത്തൊരു ബ്ലെൻഡർ ഉണ്ടാവും, കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും അതുപോലെ കുറച്ച് പ്രോട്ടീൻ സപ്ലിമെൻ്റൊക്കെ ഉണ്ടാവും. മിക്ക ദിവസങ്ങളും അദ്ദേഹത്തിൻ്റെ മുറിയിൽ രാവിലെ അദ്ദേഹം ബ്ലെൻഡർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് വീണു. അദ്ദേഹം അത് ചെയ്യാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട്. ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന ഗേർഡ് എന്നുള്ള കണ്ടീഷനാണ്. സാധാരണ നമ്മൾ അതിനെ അസിഡിറ്റി എന്ന് പറയും. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ കടുത്ത ഫുഡ് ഇൻടോളറൻസ് ഉണ്ട്. ചില ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് വളരെ പ്രശ്നങ്ങളാണ്. ഗ്യാസ് ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, റിഫ്ലക്സ് ഉണ്ടാവും, ഭയങ്കര ബർപ്പിംഗ് ഉണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയിൽ നടത്തിയ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് സ്മൂത്തി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ഇതുപോലത്തെ യാത്രകളൊക്കെ തിരിച്ച് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് മൊത്തം പ്രശ്നമാണ്. ഇത് ഒഴിവാക്കാനാണ് അദ്ദേഹം ഈ പറയുന്ന സഞ്ചരിക്കുന്ന ഒരു ജ്യൂസ് കടയായി അദ്ദേഹം മാറിയത്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നിങ്ങളിൽ പലർക്കും ഇത്തരമൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പലപ്പോഴും ആരോഗ്യമൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് നല്ലൊരു ഫ്ലോയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ബിസിനസ് ട്രിപ്പോ അല്ലെങ്കിൽ ഒരു വെക്കേഷനോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് പാർട്ടിയോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാര്യങ്ങൾ മൊത്തം കുളമായിട്ടുണ്ടാവും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പല കാരണങ്ങളാണ്. 2022 ജേണൽ ഓഫ് ട്രാവൽ മെഡിസിൻ എന്നുള്ള ഒരു ജേണലിൽ ഇതിനെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന്, നമുക്ക് ഇത്തരത്തിലുള്ളൊരു വെക്കേഷനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു യാത്രകളോ ഒക്കെ വരുമ്പോൾ നമ്മളുടെ മനോഭാവം തന്നെ വേറെയാണ്. നമ്മളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ഡിഫറെൻ്റാണ്. തൽക്കാലം ആരോഗ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ യാത്രയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ ഒന്ന് അർമാദിക്കാം, ഒന്ന് ആഘോഷിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തീർച്ചയായിട്ടും ഭക്ഷണം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇത് കൊണ്ട് എത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആക്സസിബിലിറ്റി കുറവുള്ള പല സ്ഥലങ്ങളാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ഫുഡ് അവൈലബിൾ ആയിരിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന പൊതുവെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റിലും ഒക്കെ തന്നെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അവരുടെ ഫോക്കസ് ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണോ അതോ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിനാണോ? ഡെഫിനറ്റ്ലി ടേസ്റ്റ് തന്നെയാണ് ഒരു ഫാക്ടർ. നമ്മളുടെ ഇന്നത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോഡഡ് വിത്ത് അൺഹെൽത്തി ഫുഡാണ്. വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കാരണം അവിടെ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് അല്ലേ. എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നത് വളരെ വെളുത്ത റിഫൈൻഡ് ആയിട്ടുള്ള ചോറാണ്. പിന്നെ പലപ്പോഴും കിട്ടുന്നത് എല്ലാം കുക്ക് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിൽസിലാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ കളേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവും, പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ടാവും, ടേസ്റ്റ് അഡിക്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഫുഡ് കണ്ടാൽ നമ്മൾ ഒരുപക്ഷെ അതുവരെ നമ്മൾ അടക്കി വെച്ചിരുന്ന പല കാര്യങ്ങളെല്ലാം കൂടെ ഓപ്പൺ ചെയ്ത് നമ്മൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സിൽ പോകാറുണ്ട്. അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള യാത്രകളിൽ നമ്മളുടെ മനോഭാവം ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, പലപ്പോഴും ഈ യാത്രകൾ ഉണ്ടാക്കിത്തരുന്ന ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള സ്കെഡ്യൂൾസാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ലേറ്റായിട്ടുള്ള സ്ലീപ്പ് റുട്ടീൻസ് ആയിരിക്കാം. പലപ്പോഴും യാത്രകളുടെ സ്ട്രെസ് ഉണ്ടാവാം. ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഈവനിങ് ആയിട്ടുള്ള സോഷ്യലൈസിങ് ഡിന്നറുകളുണ്ടാവും. അവിടെ ചിലപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും ചെയ്യുന്നത്, എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയി, ഇനി പരമാവധി അങ്ങ് പോട്ടെ, ഇനി എല്ലാം തിരിച്ച് വന്നിട്ട് ശരിയാക്കാം എന്ന് പറഞ്ഞൊരു മനോഭാവത്തോടുകൂടിയായിരിക്കും പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു കാര്യം വ്യക്തമാണ്, യാത്രകളും വെക്കേഷനുകളും അതുപോലെ വെഡ്ഡിങ് പാർട്ടികളും ഒക്കെ തന്നെ അവസാനം കൊണ്ടെത്തിക്കുന്നത്
കുറച്ചുകൂടി മോശമായ ആരോഗ്യത്തിലാണ്. നമുക്ക് ഈ വിഷയത്തെ കുറച്ചും കൂടി ബെറ്ററായിട്ട് എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ സ്വീകരിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്, ഞാൻ എടുക്കുന്നൊരു സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കോവിഡിന് മുമ്പ് വളരെയധികം യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. ഹാർമണിയുടെ ക്ലിനിക്ക് കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, കണ്ണൂരുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ എവിടെ ട്രാവൽ ചെയ്താലും പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ ടൗണുകളിലും അവിടുത്തെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, ഫുഡ് ജോയിൻറ്റുകൾ ഏതാണെന്നൊന്ന് കണ്ടുവെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. പണ്ട് ഒരുപക്ഷെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമായിരുന്നു, പോയി ഭക്ഷണം കഴിച്ച് നോക്കണമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എല്ലാം ഗൂഗിൾ സെർച്ചിൽ നമുക്ക് കിട്ടും. സോ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടും ഏറ്റവും ടേസ്റ്റി ആയിട്ടും നല്ല ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ ഹോൾസം ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് പലതും വളരെ വെൽ ഐഡൻറ്റിഫൈഡ് ആണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിനൊക്കെ ഇന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്, ഡിമാൻഡുണ്ട്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് കണ്ടുപിടിക്കുക. സാലഡ് ബാറുകളായിരിക്കാം. ഇന്ന് പല സ്ഥലങ്ങളും ഞാൻ കാണുന്നൊരു ട്രെൻഡ്, നാടൻ ഭക്ഷണശാല അല്ലെങ്കിൽ വീട്ടിലെ ഊണ്, അതുപോലെ തന്നെ ഗ്രാമീണ ഭക്ഷണശാല തുടങ്ങിയിട്ടുള്ള ഭക്ഷണശാലകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പലയിടത്തും നല്ല ഫുഡാണ്, എല്ലായിടത്തും നല്ലതാവണമെന്നില്ല. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ അതായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒരു പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു യാത്രക്കിടയ്ക്ക് ഞാൻ ഒരു ഡിന്നർ കഴിക്കാൻ കയറിയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും. അവിടെ ചെന്നു, എല്ലാ ഭക്ഷണങ്ങളും അവൈലബിൾ ആണ്, ടേബിളുകൾ ഒഴിവില്ല. അവനെ കഷ്ടപ്പെട്ടൊരു ടേബിൾ സംഘടിപ്പിച്ച് അവിടെ ഇരുന്നതിന് ശേഷം വെയിറ്റർ അദ്ദേഹത്തിൻ്റെ ഈ മെനു കാർഡൊക്കെ നിരത്തി. ഞാനും വൈഫും കൂടെ ഓർഡർ ചെയ്തത് ഒരു വെജ് ക്ലിയർ സൂപ്പ് ഓർഡർ ചെയ്തു, അതിനോടൊപ്പം ഒരു ഗ്രീൻ സാലഡ് ഓർഡർ ചെയ്തു, പിന്നെ എൻ്റെ വൈഫ് ഒരു ഫിഷ് ഓർഡർ ചെയ്തു, ഞാനൊരു ചിക്കൻ ഓർഡർ ചെയ്തു, പിന്നെ എന്തോ എഗ്ഗൊക്കെ ഓർഡർ ചെയ്തു, കൊച്ചു കൊച്ചു സാധനങ്ങൾ. അദ്ദേഹം വളരെ സന്തോഷത്തോടെ സെർവ് ചെയ്തു, ഞങ്ങളതൊക്കെ കഴിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ബില്ല് ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായി. കാരണം അദ്ദേഹം ചോദിച്ചാൽ, സാർ എന്താ ഫുഡൊന്നും കഴിക്കാതെ? കാരണം അദ്ദേഹം ഇതുവരെ കരുതിയിരുന്ന ഞാൻ കഴിച്ചതൊന്നും ഫുഡല്ല. മേ ബി അദ്ദേഹം കരുതിയ ഒരു പക്ഷേ സ്റ്റാർട്ടർ എന്നായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന് വളരെ വിഷമമായി. ഞാൻ പറഞ്ഞു, എൻ്റെ ഡിന്നർ ഓൾറെഡി ഫിനിഷ്ഡ്. അപ്പോൾ എന്ത് കഴിക്കണമെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവിടെയുള്ള എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പലപ്പോഴും ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൊല്യൂഷൻ, ഷോർട്ട് ട്രിപ്പാണെങ്കിൽ കഴിവതും എൻ്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും. കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ട്രാവൽ ചെയ്യും. അതായത് കയ്യിലെപ്പോഴും ബാഗിലെപ്പോഴും ഒരു കണ്ടെയ്നറിൽ പലപ്പോഴും നട്ട്സുകളുണ്ടാവും, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ബാറുകളോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ബാറുകളോ ഉണ്ടാവും. ഈ പലപ്പോഴും എന്ത് കഴിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡിലോട്ട് നമ്മൾ പോയി ചാടുന്നത്. അത് പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നായി. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ, നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ, കോൺഷ്യസ് ആയിട്ട് കഴിക്കാൻ നമ്മൾ തയ്യാറാണ്. മറ്റൊന്ന്, പറ്റുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു നേരത്തെ 1-2 നേരത്തെ ഭക്ഷണം ക്യാരി ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമുക്കൊരു ഹോം ഫുഡ് എന്തുകൊണ്ട് ചെയ്തുകൂടാ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ സ്ഥിരമായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ജനശതാബ്ദിയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ല ബ്രൗൺ അവലുണ്ട്, റൈസ് ഫ്ലേക്സ്, അതും കുറച്ച് ഓർഗാനിക് ജാഗറിയും നല്ലവണ്ണം കോക്കനട്ടൊക്കെ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല പൗഡർ ചെയ്ത് അതിനകത്ത് നട്ട്സും സീഡ്സും അതുപോലെ തന്നെ കുറച്ച് റേസിൻസൊക്കെ ഇട്ടുണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ക്യാരിയാണ്. എന്നോടൊപ്പം ഇരുന്ന ആൾ വളരെ അത്ഭുതത്തോടെ ഞാൻ എന്താണ് കഴിക്കുന്നത് നോക്കുന്നു. അദ്ദേഹത്തിന് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഇത് ഷെയർ ചെയ്തു. അദ്ദേഹം കഴിച്ചിട്ട് അദ്ദേഹത്തിന് അത്ഭുതം, ഇതെന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ഞങ്ങൾ തമ്മിലുണ്ടായ സൗഹൃദം ഇന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഈറ്റിങ്ങിനെ കുറിച്ച്. നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലായ്പ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുണ്ട്. എവിടെ നിന്നാണ് കഴിക്കുന്നതെങ്കിലും രാത്രികളിൽ ഗ്രെയിൻസ് ഇല്ലാത്ത ഡിന്നർ, കൂടുതൽ ആൾക്കാർ ഞാൻ ഷെയർ ചെയ്യുന്ന ഒന്നാണ് നോ ഗ്രെയിൻ ഡിന്നർ അല്ലെങ്കിൽ നോ ജി ഡിന്നർ. അത് കഴിയുമെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്കൊന്ന് ആ സിറ്റിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യുന്നത്, ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യാത്രകളിൽ ഏറ്റവും മുടങ്ങാൻ സാധ്യതയുള്ള ഒരു ഹെൽത്ത് ഹാബിറ്റ് എന്താ അറിയോ? അത് എക്സസൈസാണ്. എക്സസൈസിനെ ഞാൻ മറികടക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ മിക്കവാറും എവിടെ യാത്ര ചെയ്താലും എൻ്റെ ബാഗിൽ സ്ഥിരമായി കാണുന്ന ഒരു ഉപകരണമുണ്ട്. അത് ഈ റെസിസ്റ്റൻസ് ട്യൂബാണ്.
ഇതൊരു വളരെ എന്നെ സംബന്ധിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. എക്സസൈസിന് മെയിൻറ്റെയിൻ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നിതാണ്. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ റെസിസ്റ്റൻസ് ബാൻഡുകളാണ്. ഞാനിത് പറയാൻ കാരണം പലപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നൊരു പ്രാക്ടീസ് റൂമിലാണെങ്കിൽ, ഒരു ഹോട്ടൽ റൂമിലാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കാം, ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരിക്കാം, എൻ്റെ രാവിലത്തെ ഫിറ്റ്നസ് റൂട്ടീനകത്ത് ഞാൻ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിക്കും. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇതുപോലെ ഒരു ടൗണിൽ ഒരു ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത ഉടനെ എൻ്റെ ബാഗിൽ നിന്ന് ഈ സാധനമൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. എൻ്റെ ഹോട്ടൽ റൂമിലെ ബോയ് അദ്ദേഹം താഴത്തെ റിസപ്ഷനിൽ പോയിട്ട് അദ്ദേഹം വളരെ പാനിക്കായിട്ട് റിപ്പോർട്ട് ചെയ്തു. ആ റൂം എടുത്ത സാറ് എന്തോ ഒരു സാധനമൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്, ഇത് വെച്ച് അദ്ദേഹം എന്തോ കടുങ്കൈ ചെയ്യാനാണ് എന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഇത് സംഭവം റെസിസ്റ്റൻസ് ട്യൂബായിരുന്നു. മിക്ക ഹോട്ടലുകളിലും അതുപോലത്തെ നല്ല ഇത്തരത്തിലുള്ള ലൊക്കേഷൻസിലൊക്കെ തന്നെ മിക്കവാറും നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ജിമ്മുണ്ടാവും. പലപ്പോഴും ഈ ജിമ്മുകളൊക്കെ കാലിയായിരിക്കും. എനിക്കിത്തരം ജിമ്മുകളിൽ പോകാൻ ഇഷ്ടമാണ്. കാരണം പല ഹോട്ടലുകൾക്കും പ്രസ്റ്റീജായിട്ട് വരുന്ന സ്പേസ് ആണല്ലോ അവരുടെ ജിം. അപ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, മിക്കവാറും വെറുതെ ഇരിക്കുന്നൊരു ട്രെയിനർ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ജിമ്മിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൂടാ? അല്ലെങ്കിൽ ഞാൻ സാധനം ചെയ്യുന്നത് താമസിക്കുന്ന റൂമിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അവൈലബിൾ സ്പേസിൽ തന്നെ എന്തുകൊണ്ട് നമുക്കൊരു ഫ്ലോർ എക്സസൈസ് ചെയ്തുകൂടാ? നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്ലോർ എക്സസൈസ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഔട്ട്ഡോർ ഒരു ബ്രിസ്ക് വാക്കിങ്ങിന് പോകാം, പുറത്ത് നടക്കാൻ പോകാം. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് പറ്റുന്ന ക്ലോത്തിങ് ഉണ്ടാവണം, ഒരു ഷൂസ് ഉണ്ടാവണം. അങ്ങനെ നമുക്ക് പുറത്തൊന്ന് നടക്കാൻ പോകാം, ഒരു 30 to 45 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ആ ഹാബിറ്റ് ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ പൂളുകളുണ്ടാവും. എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്, അദ്ദേഹം പൂളുള്ള ഹോട്ടലുകൾ മാത്രമേ ബുക്ക് ചെയ്യുന്ന ഒരു ക്ലയൻ്റ് ഉണ്ട്. എനിക്ക് ഓർമ്മയുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഹോട്ടൽ റൂമായിരുന്നു ഞാൻ യാത്രയ്ക്കിടയ്ക്ക് ഒരിടത്ത് എടുത്തത്. അവിടെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ സൗകര്യങ്ങളൊന്നുമില്ല, റൂമിൽ നിന്ന് ചെയ്യാനുള്ള സൗകര്യം പോലും വളരെ കുറവാണ്. ഞാൻ ആ ഹോട്ടൽ ബോയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹം എന്നെ നേരെ ആ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിലോട്ട് കൊണ്ടുപോയി. ഞാൻ ആ റൂഫ് ടോപ്പിൽ നിന്ന് എക്സസൈസ് ഒരു ദിവസം ചെയ്തിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹാബിറ്റ്സുകൾ നമുക്ക് കണ്ടിന്യൂവിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഒന്ന്, നമ്മൾ എക്സസൈസ് സ്ഥിരമായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മസിൽസും ബ്രെയിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ദയവ് ചെയ്ത് യാത്രയുടെ സമയം കൊണ്ട് ആ കണക്ഷനെ നഷ്ടപ്പെടുത്തരുത്. കാരണം പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. സോ കണ്ടിന്യൂ ടു ഹാവ് ദറ്റ് കണക്ഷൻ സ്ട്രോങ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ രാവിലെ ഒരു എക്സസൈസ് ചിലപ്പോൾ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ദിവസത്തെ മറ്റു പല കാര്യങ്ങളും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. രാവിലെ എക്സസൈസ് ചെയ്ത ഒരാൾ തീർച്ചയായിട്ടും ഭക്ഷണ കാര്യങ്ങളിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഹാബിറ്റ്സ് ഒന്ന് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള യാത്രകൾക്കിടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് റുട്ടീനൊന്നും ആവണമെന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്. ബട്ട് എനിവേ, കഴിവതും യാത്രകൾക്കിടയിൽ എക്സസൈസ് മുടങ്ങാതിരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ അതൊരു വലിയൊരു ഡിഫറൻസ് ഹെൽത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊന്ന്, യാത്രകളിൽ നമുക്ക് കരുതാവുന്ന ഒരു ഹെൽത്ത് കിറ്റാണ്. ഒരു ജ്യൂസ് കടയൊന്നും കൊണ്ട് നടന്നില്ലെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യം, ഞാൻ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യം, എൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ കിറ്റ് ഉണ്ടാവും. ആ കിറ്റ് എൻ്റെ ഹെൽത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഡെഫിനറ്റ്ലി ആ കിറ്റിൽ ഉണ്ടാകുന്ന ഒന്ന്, ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റുകളാണ്. ഒരു മൾട്ടി വൈറ്റമിൻ, മൾട്ടി മിനറൽ ഉണ്ടാവും, ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് ഉണ്ടാവും, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഉണ്ടാവും. മിക്കവാറും ഞാൻ മെഗ്നീഷ്യം ക്യാരി ചെയ്യാറുണ്ട്. ചിലപ്പോൾ അശ്വഗന്ധ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് ക്യാരി ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചില പ്രോട്ടീൻ ബാറുകൾ ഉൾപ്പെടുത്താറുണ്ട്. ഈവൻ സംടൈംസ് ഞാൻ ചില മീൽ റീപ്ലേസ്മെൻറ്റ് ഡ്രിങ്കുകൾ ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട്, പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ എൻ്റെ സന്തത സഹചാരിയാണ്. എവിടെ പോകുന്നുണ്ടെങ്കിലും യാത്രകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളാണ്, 3-4 ദിവസം സ്റ്റേ ബാക്ക് ചെയ്യുന്ന യാത്രകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരത്തിലൊരു കിറ്റ് എൻ്റെ കയ്യിലുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് ഷേക്കറാണ്. മേ ബി പെട്ടെന്നൊരു മീൽ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ മീൽ റീപ്ലേസ്മെൻറ്റ് സപ്ലിമെൻറ്റ്സോ ഉപയോഗിക്കും. ഫുഡ് കഴിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. പക്ഷേ അതില്ല എന്ന് വിചാരിച്ചാൽ അൺഹെൽത്തി ഫുഡിന് പോകുന്നവരും ഇത് നമുക്ക് പ്രിഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ട്യൂബും, അതുപോലെ മേ ബി ഒരു പെയർ ഓഫ് സ്നീക്കേഴ്സ് ആവാം, അല്ലെങ്കിൽ എക്സസൈസിന് പറ്റിയ ഒരു ജോഡി ഡ്രസ്സ് ആവാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സാധ്യത കൂടുതലല്ലേ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞൊന്ന് വിശദമാക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ബഫേ
അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിന്നർ ചെല്ലുന്നു. ഞാൻ പലപ്പോഴും വളരെ താല്പര്യത്തോടെ നോക്കാറുണ്ട് ഈ ബൊഫെ കഴിക്കാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ ഡിന്നർ അല്ലെങ്കിൽ അവരെടുക്കുന്ന ഫുഡ് പ്ലേറ്റ് നോക്കാറുണ്ട്. ആ ഒരു ക്യൂവിലായിരിക്കുമല്ലോ മിക്കവാറും ഈ ഭക്ഷണം സെർവ് ചെയ്തെടുക്കുന്നത്. കിട്ടാവുന്ന എല്ലാ ഭക്ഷണങ്ങളും പ്ലേറ്റിൽ കുത്തി നിറച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. എന്താണ് മനോഭാവം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ്. ഇതൊക്കെ തീർന്നു പോകുന്നുള്ളതാണോ, അത് ഇതെല്ലാം കൂടെ കഴിക്കണമെന്നുള്ളതുകൊണ്ടാണോ, അതോ ഇനി ഇതെല്ലാം ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നോ, നഷ്ടബോധം ഉണ്ടാകുമെന്നോ, എന്താണെന്ന് അറിയില്ല. പലപ്പോഴും ഇത് ചെന്ന് അവസാനിക്കുന്നത് വളരെ വളരെ ഒരു എന്താ പറയുക, ഒരു വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റൊമക്കുമായിട്ടായിരിക്കും ആൾക്കാർ തിരിച്ച് വീട്ടിൽ പോകുന്നത്. ഈ സന്ദർഭങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സാലഡിൻ്റെ ആ കോർണറിലോട്ട് നോക്കിയാൽ അവിടെ കാലിയായിരിക്കും മിക്കവാറും, അവിടെ ആരും ഉണ്ടാവില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് നേരെ പോകുന്നത് പ്ലേറ്റും എടുത്ത് നേരെ ക്യൂവിൽ നിൽക്കുന്നതിന് വരെ നേരെ സാലഡിൻ്റെ അങ്ങോട്ട് പോകും. അവിടെ നല്ല സാലഡ്സൊക്കെ ഉണ്ടാവും. ആ സാലഡ്സ് എടുക്കും. എനിക്കിഷ്ടമുള്ള കുറച്ച് പ്രോട്ടീൻ ഫുഡുകൾ മാത്രം എടുത്ത് ആദ്യം അതങ്ങ് കഴിക്കും. അപ്പോൾ തന്നെ കുറച്ച് ഹെൽത്തി ഈറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഒരുപക്ഷെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ കുറച്ച് ബിരിയാണി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുലാവായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാടൻ കറികൾ എന്തെങ്കിലും ആയിരിക്കാം, അതും കഴിക്കും. എല്ലാം ആവശ്യത്തിനിട്ട് ഒന്നും വെട്ടുകളാറില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ഫുഡ് ഐറ്റം അവിടെ അവൈലബിൾ ആയിട്ടുള്ള കഴിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഹോട്ടലുകളൊക്കെ താമസിക്കുമ്പം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ള ഒന്നാണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിലും എല്ലാ ഡിഷസും ഉണ്ടാവും. ഇഡ്ഡലി ഉണ്ടാവും, പുട്ടുണ്ടാവും, അല്ലെങ്കിൽ റോട്ടി ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, നാനുണ്ടാവും. ഇതെല്ലാം കഴിച്ചില്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ള മനോഭാവമാണ് നമുക്കുള്ളത്. അങ്ങനെ വേണമെന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കഴിക്കാൻ തക്കവണ്ണം നമ്മളൊരു വിവേചനം ഉണ്ടാക്കിയെടുത്താൽ മതി. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് കഴിക്കരുത് എന്നല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് ചെയ്യാവുന്നത് അതിൻ്റെ പോർഷൻ സൈസ് ഒന്ന് ലിമിറ്റ് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സദ്യകളാണ്. കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് സദ്യ കഴിക്കുമ്പോഴാണ്. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ തെക്കൻ കേരളത്തിലുള്ള ഒരാളാണ്. നമ്മുടെ സദ്യക്കൊക്കെ പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. മിക്ക ആൾക്കാരും 3 തവണയാണ് ചോറ് വാങ്ങുന്നത്. കാരണം പരിപ്പിനൊരു ചോറ്, സാമ്പാറിനൊരു ചോറ്, പിന്നെ പായസം കഴിഞ്ഞ ശേഷം പുളിശ്ശേരിക്കും രസത്തിനും മോരിനും വേറെ വേറെ ചോറ് വാങ്ങുന്ന വിദ്വാൻമാരുമുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നത് ആദ്യം കിട്ടിയ ചോറ് തന്നെ 1-2 ഭാഗിച്ച് വെക്കും. കുറച്ച് പരിപ്പും കുറച്ച് സാമ്പാറും അതിലങ്ങ് ഒതുക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇലയുടെ മുകൾ ഭാഗമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇലയ്ക്ക് 2 ഭാഗമുണ്ട്. ടോപ്പ് പോർഷനുണ്ട്, നമ്മളോട് ചേർന്നിരിക്കുന്ന ബോട്ടം പോർഷനുണ്ട്. കൂടുതൽ ആരോഗ്യമുള്ള ഭക്ഷണം ഇരിക്കുന്നത് എവിടെയാണ്? മുകൾ ഭാഗത്തല്ലേ. അപ്പോൾ കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യും. പലപ്പോഴും ഞാൻ കറികൾ കൂടുതൽ വാങ്ങുന്ന കണ്ട് അടുത്തിരിക്കുന്ന ആൾക്കാർ അത്ഭുതത്തോടെ നോക്കാറുണ്ട്, ഇവനെന്തൊരു മണ്ടനാണ്, ഈ ചോറുകളൊക്കെ പരമാവധി കഴിക്കുന്നതിന് പറയും എന്തിനാണ് ഈ കറികൾ കഴിക്കുന്നത്. അപ്പോൾ കൂടുതലും അങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്കിഷ്ടമുള്ള, നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് വളരെ ഹരം പിടിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണ സാധനങ്ങളെ കളയുന്നതിനകത്തല്ല കാര്യം. പക്ഷേ കുറച്ചുകൂടെ സെലക്റ്റീവായിട്ടുള്ള ചോയ്സസ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് അഡോപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല ഗെറ്റ് ടുഗദറിലും വെക്കേഷനൊക്കെ പോയിരിക്കുന്ന സമയത്തും പലപ്പോഴും നമ്മൾ എൻഡപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവിടെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, യാത്രകളും ആഘോഷങ്ങളും വെക്കേഷനുകളും നമ്മളുടെ അനാരോഗ്യത്തിലൂടെ നമ്മളെ കൊണ്ട് തള്ളിയിടുന്ന ഒന്നായിട്ട് മാറരുത്. പല ആൾക്കാരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ മിക്കവാറും എല്ലാ മാസവും എന്തെങ്കിലും ഉണ്ടാവും. പല ആൾക്കാരുടെയും അവസ്ഥ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ അവസ്ഥ പോലെയാണ്. ഉരുട്ടി മുകളിൽ കൊണ്ടുവെക്കുന്നു, പിന്നെ താഴോട്ട് വരുന്നു, വീണ്ടും മുകളിലോട്ട് കൊണ്ടുവെക്കുന്നു, പിന്നെ താഴോട്ട് വരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള 2-3 അറ്റംപ്റ്റ് കഴിയുമ്പോൾ നമുക്കങ്ങ് മടുക്കും, പിന്നെ നമ്മളങ്ങ് സറണ്ടർ ചെയ്യും. അതുണ്ടാകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ആരോഗ്യത്തിനും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ള യാത്രകളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ വെക്കേഷനാണ് നമുക്ക് ആവശ്യം. ഞാൻ യാത്രകളും വെക്കേഷനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരുപക്ഷെ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും കിട്ടുന്ന ആരോഗ്യപരമായ ഗുണത്തിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാക്കി തരുന്ന, പ്രയോജനം കിട്ടുന്ന ഒന്നാണ് യാത്രകളിൽ കൂടെ കിട്ടുന്ന നമ്മുടെ സന്തോഷങ്ങളും സൗഹൃദങ്ങളും പങ്കുവയ്ക്കലുകളും. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം. പക്ഷെ നമുക്ക് ചെയ്യാവുന്നത് ഇതിനും കൂടി ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്, നെവർ ഡു 2 ബാഡ് തിങ്സ് ബാക്ക് ടു ബാക്ക്. അതായത് മോശപ്പെട്ട കാര്യം ഒരിക്കൽ ചെയ്തു, അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കരുത്, തുടർച്ചയായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഇത്തരത്തിലുള്ള യാത്രകളിൽ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ വർദ്ധിച്ച ആവേശത്തോട് തിരിച്ചും ആരോഗ്യത്തിൻ്റെ പാതയിലോട്ട് നമുക്ക് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഒരു യാത്രയോടുകൂടി
3, 4, 5 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ല ആരോഗ്യശീലങ്ങൾ നഷ്ടപ്പെട്ട് നിരാശനായി വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു നല്ലൊരു മുഹൂർത്തം നോക്കിയിരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളായി നിങ്ങൾ മാറാം.